പാലക്കാട് അട്ടപ്പാടിയിൽ കരടിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. കരടിയുടെ കാലിൽ ആന ചവിട്ടുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. കൂട്ടിലാക്കിയ കരടിയെ വനംവകുപ്പ് ചികിത്സയ്ക്കായി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സമീർ ബിൻ കരീം പാലക്കാട് നിന്ന് ചേരുന്നു. സമീർ, ശരിക്കും ആ ദൃശ്യം ഒന്ന് കണ്ടോട്ടെ പ്രേക്ഷകരെ. ഇനി പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ കരടിയെ പരിക്കേറ്റ നിലയിൽ അട്ടപ്പാടിയിൽ കാണുന്നത്. പ്രദേശവാസികളാണ് ആദ്യം കണ്ടത്. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അകളിൽ നിന്നും അതോടൊപ്പം തന്നെ പുതൂർ RRT അംഗങ്ങളും എത്തിക്കൊണ്ട് ഈ കരടിയെ കൂട് വെച്ച് പിടികൂടി നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കരടിയുടെ പിൻഭാഗത്തെ ഇടതുകാലിനാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. കാര്യമായ ഗുരുതരമായ പരിക്ക് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. കാട്ടാനയുടെ ചവിട്ടിലാണ് ഈ ഒരു പരിക്കേറ്റത് എന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. നിലവിൽ പ്രദേശവാസികളും അറിയിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കരടിക്ക് പരിക്കേറ്റതിന്റെ അവശതയും എല്ലാം തന്നെ നിലവിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കരടിയെ നിലവിൽ വിദഗ്ധ ചികിത്സക്കായി മാറ്റുകയാണ്. തൃശൂർ മൃഗശാലയിലേക്കാണ് കരടിയെ മാറ്റുന്നത്. ഇവിടെ നിന്ന് വെച്ച് വിദഗ്ധമായ ചികിത്സ നൽകിയ ശേഷം കരടിയുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായ ശേഷം കാട്ടിലേക്ക് തന്നെ വിട്ടയക്കാനാണ് നിലവിൽ ഈ വനം വകുപ്പിന്റെ തീരുമാനം. ഈ അട്ടപ്പാടി ഈ മേലെ ഭൂതയാർ ഇടവാണി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സ്ഥിരമായ ഒരു ശല്യക്കാരനാണ് ഈ കൂട്ടിലായ കരടി എന്നുള്ളതാണ് നിലവിൽ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇവിടുത്തെ ആദിവാസി ഊരുകളിൽ എത്തിക്കൊണ്ട് ഭക്ഷണവും മറ്റുമെല്ലാം തന്നെ ഈ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതാണ് ഈ കരടിയുടെ രീതിയെന്നും പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെ നിരന്തരമായി ഒരു ശല്യക്കാരനായ ഒരു കരടിയാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ് നിലവിൽ കൂട്ടിലായിരിക്കുന്നത്. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.